ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ് PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എക്കണോമിക് സബ്ജക്റ്റിനകത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം ഇന്നലെ നോക്കി നിർത്തിയ ചോദ്യം സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് കൺട്രീസ് എന്ന് പറയുന്ന തലക്കെട്ടിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നതിനായിട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോകാം. ഒരു ലിമിറ്റഡ് കമ്പനിയുടെ സാധാരണ ഓഹരികളാണ് ഇക്വിറ്റി ഓഹരികൾ. ഒരു ലിമിറ്റഡ് കമ്പനിയുടെ സാധാരണ ഓഹരികൾ അറിയപ്പെടുന്നതാണ് ഇക്വിറ്റി ഓഹരികൾ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പണത്തിന്റെ അളവിലും ലഭ്യതയിലും സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പണത്തിന്റെ അളവിലും ലഭ്യതയിലും വിലയിലും കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണങ്ങളാണ് പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി. പരിധിക്കപ്പുറം പണലഭ്യത ഉണ്ടായിരിക്കുകയോ പണത്തിന്റെ മൂല്യം സാധനങ്ങളുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നാണയപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് നാണയ ചുരുക്കം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ. ബാർട്ടർ സമ്പ്രദായം, ബാർട്ടർ സിസ്റ്റം. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ബാർട്ടർ സിസ്റ്റം. പണ്ട് കാലങ്ങളിലൊക്കെ സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്തു. ചിലപ്പോൾ 2 മീൻ കൊടുത്തിട്ട് പകരം ഒരു ചക്ക വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ചക്ക കൊടുത്തിട്ട് പകരം ചട്ടി വാങ്ങുന്നു. അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങളും കൈമാറ്റം ചെയ്തു വന്നിരുന്ന രീതിയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അന്ന് പണത്തിന് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കറി വയ്ക്കാൻ മീനൊന്നുമില്ല, ഒരാൾ പുഴയിൽ നിന്ന് കുറച്ച് മീൻ പിടിച്ചുകൊണ്ട് വരികയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മീൻ കൊടുത്തിട്ട് അവര് പകരം തൊട്ടടുത്ത ആളുടെ ചിലപ്പോൾ ചക്കയായിരിക്കും ഇരിക്കുന്നത്, ചക്ക വാങ്ങിക്കൊണ്ട് വരുന്നു. ഈ മീനിനെ പകരം കൊടുത്ത് ചക്ക വാങ്ങുന്നു. അപ്പൊ ചക്ക വാങ്ങിക്കൊണ്ട് വരുന്ന വഴിയിൽ ഇദ്ദേഹത്തിന്റെ 2 ചക്ക ഉണ്ടാവും. തൊട്ടടുത്ത് ഒരാൾ ചട്ടി വിറ്റുകൊണ്ടിരിക്കുകയാണ്. ചട്ടി, ഇതിൽ ഒരു ചക്ക കൊടുത്തിട്ട് അയാൾ ഒരു ചട്ടി വാങ്ങുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സിസ്റ്റം. സാധന കൈമാറ്റം നിലനിന്നിരുന്ന സമ്പദ് വ്യവസ്ഥയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് CC സമ്പദ് വ്യവസ്ഥ. കമ്മോഡിറ്റീസ് ആർ എക്സ്ചേഞ്ച് ഫോർ കമ്മോഡിറ്റീസ്. കമ്മോഡിറ്റീസ് ആർ എക്സ്ചേഞ്ച് ഫോർ കമ്മോഡിറ്റീസ്. ബാർട്ടർ സമ്പ്രദായത്തിന്റെ പരിമിതികൾ പരിഹരിക്കുന്നതിന് ആവിർഭാവം കൊണ്ടതാണ് പണം. അപ്പോൾ ഈ ബാർട്ടർ സിസ്റ്റത്തിന്റെ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് ആവിർഭാവം കൊണ്ടതാണ് പണം അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത്. റിസർവ് ബാങ്കും ധർമ്മങ്ങളും എന്ന തലക്കെട്ടിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നോക്കി ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926. ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ഔദ്യോഗിക പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. RBI രൂപീകൃതമാകാൻ കാരണമായ ആക്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1-നാണ്. റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം 5 കോടി രൂപയാണ്. പ്രാരംഭത്തിൽ റിസർവ് ബാങ്ക് സ്ഥാപിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്കാണ്. ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് കേട്ടോ. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഈ എണ്ണപ്പനയൊക്കെ. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1949 ജനുവരി 1-നാണ്. RBIയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 1949. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം 1949. ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്? ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഇത്തരം കാര്യങ്ങൾ മാത്രം നോക്കി നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ്. KL01 വേൾഡ് ഓഫ് നോളജ്. ബൈ.